യുവാക്കളെയും വനിതകളെയും ആകർഷിക്കുന്നതിൽ വീഴ്ച വന്നതായി സിപിഎം മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. ജില്ലയിലെ ബിജെപി വളർച്ച ഗൗരവമായി കാണണമെന്നും പ്രവർത്തന റിപ്പോർട്ട്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സമ്മേളനം താനൂരിൽ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ പാർട്ടി പ്രവർത്തനത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെക്കാനായെങ്കിലും യുവാക്കളെ സംഘടനയിൽ കൊണ്ടുവരുന്നതിൽ വീഴ്ച ഉണ്ടായതായി ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ സ്ത്രീ സാന്നിധ്യം കേവലം 16% മാത്രമാണെന്നും റിപ്പോർട്ടിൽ വിമർശനമുയർന്നു. ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് പഴയ പോലെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ദൗർബല്യമാണ്. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് 25% പാർട്ടി അംഗങ്ങളെങ്കിലും വനിതകളാകണം. നമ്മുടെ ജില്ലയിൽ വനിതകളുടെ മെമ്പർഷിപ്പിന്റെ നിരക്ക് 16%. അപ്പോൾ അതിൽ 25%, മിനിമം 25%-എങ്കിലും എത്തിക്കണം. അടുത്ത സമ്മേളനം ആകുമ്പോഴേക്കും 25%-ആയി വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തണം. ഈ പോരായ്മ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്നാണ് റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പാർട്ടി കേഡർമാർക്ക് മതിയായ രാഷ്ട്രീയ സംഘടനാ പരിശീലനം നൽകാനായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലയിൽ ബിജെപി വോട്ട് 6%-ൽ നിന്ന് 10%-ആയി വളർന്നുവെന്നും ഇത് ഗൗരവമായി കാണുമെന്നും റിപ്പോർട്ട് പറയുന്നു. മുതിർന്ന സിപിഎം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. PB അംഗം എ വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷത ഏറ്റവും കൂടുതൽ കരുത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് മലപ്പുറം എന്നത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. നല്ല മതനിരപേക്ഷ സ്പിരിറ്റല്ലേ ഇവിടെ. കുറച്ചാൾക്കാർക്ക് ഇറങ്ങിയിട്ടാ പോയിക്കണ്ട. ഏത് മലപ്പുറം എന്ന് പറയുന്നത് വർഗീയതയുടെ ചിഹ്നമാണ് ഇന്ന് സ്ഥാപിക്കാനുള്ള വൻ പരിശ്രമം ഇവിടെ നടത്തട്ടെ. ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഏറ്റവും മുന്നിലിരിക്കും. അതിന്റെ കൂടെ കുറച്ചുകൂടി തീവ്രതയുള്ള SDPക്കാരിക്കും പിന്നെ ലീഗുകാർ ഒളിഞ്ഞു അടിക്കുക. 15 ഏരിയകളിൽ നിന്നായി 370 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം പൊതുസമ്മേളനത്തോടെ വെള്ളിയാഴ്ച സമാപിക്കും. അമൃത ന്യൂസ്, മലപ്പുറം.